ഹലോ ഹായ് നമസ്കാരം. ഇറ്റ്സ് ഹരിപ്രിയ നോവ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, അതായത് സോൾട്രീയുടെ. അതിനുശേഷം പ്രൈമറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെയാണ് എൻ്റെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പ്രൈമർ ഉപയോഗിക്കുകയാണ് കേട്ടോ. പോൺസിൻ്റെ തന്നെ ഒരു പ്രൈമറാണ്. അത് നന്നായിട്ട് ഉപയോഗിച്ച് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. ആക്ച്വലി ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് മേക്കപ്പ് പ്രോഡക്ട്സിലാണ് ഇത്. ഏകദേശം ഞാനൊരു ബ്രാൻഡിൻ്റെ പറയാനില്ല, ഇത് അതിനുള്ള കോസ്മെറ്റിക് ഷോപ്പുകളിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ്. ഇനി അടുത്തതായിട്ട് ഒരു ഫൗണ്ടേഷനാണ്, മാറ്റ് ഫിനിഷ് വരുന്ന ഫൗണ്ടേഷൻ, ലെക്മിയുടേതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഞാൻ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ക്രിസ്മസ് പ്രമാണിച്ചാണ് എൻ്റെ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ അതും ഞാൻ തേച്ച് പിടിപ്പിക്കുന്നു, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ നല്ല മാറ്റ് ഫിനിഷ് എനിക്ക് കിട്ടി. അടുത്തതായിട്ട് ബ്ലഷ് ഉപയോഗിക്കുകയാണ്. ബ്ലഷ് നിങ്ങൾക്ക് എവിടെയൊക്കെ ആണോ അത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വേണ്ട അവിടെ എല്ലാം തേച്ച് പിടിക്കുകയാണ്. അതും ലൈറ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പിങ്ക് ഷെയ്ഡ്, അത് നാച്ചുറലി ഒരു പിങ്ക് ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അതിനെല്ലാം മായ്ച്ച് കൊടുക്കുകയാണ്. അതായത് നല്ലൊരു ചെറിയൊരു പിങ്കിഷ് ഗ്ലോ മുഖത്ത് വരുന്നുണ്ട്. അതിനെ കണക്കാക്കി അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് ശരിക്കും മേക്കപ്പ് പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൃത്യമായിട്ട് നോക്കണം. അത് കഴിഞ്ഞ ഒരു പ്രോഡക്ട്സ് ഉപയോഗിക്കരുത്. പിന്നെ അത് എക്സ്പെർട്സിൻ്റെ സഹായത്തോടെ മാത്രമാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ലെക്മിയുടെ തന്നെ ഒരു ഫൗണ്ടേഷൻ, ഇത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതല്ല, അത് തീർന്നു പോയത് കാരണം വേറൊരു ഫൗണ്ടേഷനാണ് ലെക്മിയുടെ. അപ്പോൾ തൽക്കാലത്തേക്ക് അത് ഉപയോഗിക്കുക. എന്തായാലും ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് യോജിപ്പിച്ച് നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് കണ്ണെഴുതാൻ പോവുകയാണ്. അപ്പം ഐലൈനർ ഞാൻ ഔട്ട്ലൈനായിട്ട് എഴുതുകയാണ് കണ്ണിൽ. അത് മാർസിൻ്റെ ഐലൈനറാണ്. ആക്ച്വലി ഞാൻ എപ്പോഴും ഉപയോഗിക്കണം പെൻ ഐലൈനറാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കാജൽ എഴുതാനുള്ള പുറപ്പാട്. കാജൽ ഇതായി ഉപയോഗിക്കുകയാണ്. ഒരു ഐക്കോണിക് എന്താണ് മച്ച് പ്രൂഫ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്, പെട്ടെന്ന് തന്നെ പടർന്നു പോകാത്ത ടൈപ്പ് കാജൽസാണ് അവൈലബിൾ. നിങ്ങൾക്ക് ഏതാണോ ഒഫീഷ്യലി നിങ്ങൾക്ക് ചേരുന്നത് അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കും. മാർക്കറ്റിൽ ഒരുപാടുണ്ട്. അപ്പം എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഇതാണ് തിരഞ്ഞെടുത്തത്. ഐബ്രോ, അപ്പോൾ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് ഐബ്രോ ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അത് ഈ ത്രെഡ് ചെയ്ത പിരികത്തായിട്ടാണ് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, ഓവറായിട്ട് ചെയ്യാതെ. അതിൻ്റെ ഒരു നാച്ചുറൽ ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം. അതും നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് ആക്ച്വലി എന്നെ അടുത്ത് ലിപ്സ്റ്റിക്കിലായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ഷെയ്ഡ് കമ്പൈൻ ചെയ്ത് ആണ്, അതായത് ഒന്ന് മാർസിൻ്റെ ഒന്ന് ലെക്മിയുടെ 2 ലിപ്സ്റ്റിക്കുകൾ. ഒന്ന് ഇതൊരു ബ്രൗണിഷ്, ഒന്ന് റെഡ് പോലെ തോന്നിക്കുന്നത്, ഇതാണല്ലേ ലെക്മിയുടേതാണ് രണ്ടാമത്തത്. അതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചാണ്. അതായത് ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ മാർക്കറ്റിൽ. ഇതിലിപ്പോൾ നല്ല ഈ ലൈറ്റിൽ റെഡായിട്ട് തോന്നിക്കുമെങ്കിലും ഇത് ഒരു പക്ഷേ നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണിൽ മാച്ച് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ്. ഇതിൽ നല്ല റെഡായിട്ട് തോന്നിക്കും. പക്ഷേ ഞാനിത് എപ്പോഴും ഉപയോഗിക്കുന്ന ഷെയ്ഡ്, എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഷെയ്ഡുമാണ്. ആക്ച്വലി അത് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ചെയ്തതിന് ശേഷം ഇനി അടുത്ത ഭാഗത്തെന്ന് പറയുമ്പോൾ നമ്മൾ പൊട്ടിടാനായിട്ടുള്ള പുറപ്പാടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതാ നമ്മൾ ചെറിയ ടൈപ്പ് സ്റ്റോൺ വെച്ച പൊട്ടുകൾ, മഴത്തുള്ളി പൊട്ട്, സ്റ്റോൺ പൊട്ട്, ഇതൊക്കെ വളരെ ഇഷ്ടം. ഇത് 2 ഇതാണ് ഞാൻ ചെയ്തത്. അത്
ആക്ച്വലി ഞാനിവിടെ പോകുമ്പോഴും ഉപയോഗിക്കുന്ന പൊട്ടുകളാണ്. അത് 2 വീതം വെച്ച് കൊടുക്കുന്നു. അതാണ് എനിക്കിഷ്ടം. ഓവർ സൈസ് വലുതായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ പൊട്ടുകളാണ്, അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്ത് കമ്മലിടാണ് കേട്ടോ. കമ്മൽ ലെയറായിട്ട് ഈ പൂവിൻ്റെ സ്റ്റഡ് വരുന്ന കമ്മലാണ്. ഒരു കണ്ടില്ലേ 2 കാതിലിട്ട്. ഇനി ഞാൻ എല്ലാം ഒരുങ്ങിയിട്ട് നിങ്ങൾ ഒഫീഷ്യലായിട്ട് ഇതാണ് എൻ്റെ ക്രിസ്മസിന് ഡ്രസ്സ്. അപ്പോൾ ഇത് ഞാൻ വളരെ മുമ്പ് ഷൂട്ട് ചെയ്ത് ഇപ്പോഴാണ് അത് വീഡിയോസായിട്ട് ഇടാൻ പറ്റിയത്. ആക്ച്വലി കണ്ടില്ലേ, ഇതാണ് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ്. ഈ ടോപ്പും ഈ ഡിങ്കിയൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ്. ഇതാ നോക്കുന്നു. ഞാനിപ്പോൾ മുടി അഴിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ പോകുന്ന സമയമാകുമ്പോൾ മുടി കെട്ടി വെച്ച് വെക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളിപ്പോൾ കാണിക്കാനതാ ക്രിസ്മസിൻ്റെ ആ വൈബിന് വേണ്ടിയിട്ട് ആ തൊപ്പിയൊക്കെ വെച്ച് നിങ്ങളെ കാണിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ വെട്ടുകാട് പള്ളിയിലേക്കാണ്. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അല്പം വൈകിയാണ് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും ആക്ച്വലി ക്രിസ്മസിൻ്റെ വൈബ് എല്ലായിടത്തും ഉണ്ട്. ഇതാ കണ്ടില്ല, ഒരുപാട് ഫാമിലീസും എല്ലാം കൊണ്ടും അന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ആക്ച്വലി അവിടെ ഈ ലൈറ്റ് കൊണ്ടുള്ള ഡെക്കറേഷൻസൊക്കെ വളരെ രസമാണ്. പ്രത്യേകിച്ച് സ്റ്റാർ, പിന്നെ പല പല രൂപങ്ങൾ, അതെല്ലാം കണ്ടില്ലേ. ഫാമിലീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, കുറേ പേര് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ലൈറ്റ് കൊണ്ടുള്ള ഡെക്കറേഷൻ വളരെ വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ കണ്ടില്ലേ, അവിടെയൊക്കെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഉള്ള തിരക്കിലേക്കാണ്. ഈ മാലാഹേര രൂപം വളരെ നല്ല രസമുണ്ട്. ഇത് ഗോളം കണ്ടില്ലേ, ലൈറ്റ് കൊണ്ടുള്ളൊരു ഗോളം പോലത്തത്. ഇനി അത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് തോന്നി ഈ ക്രിസ്മസ് ട്രീ ആണ്, ലൈറ്റ് കൊണ്ടുള്ള മുകളിൽ സ്റ്റാറൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ലൊരു. ഇനി അടുത്തത് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അവിടെ. പ്രത്യേകിച്ച് ആകാശത്തിങ്ങനെ നല്ല രസമുണ്ട് ആ കാഴ്ചകളെല്ലാം കാണാൻ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, വെട്ടുകാട് പള്ളിയിലാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ വളരെ. അതിന് ശേഷം കണ്ടില്ലേ നമ്മൾ പള്ളിയും പരിസരമായിട്ട് അവിടെ എല്ലാം നമ്മൾ കറങ്ങി നടന്ന് ഓരോ കാഴ്ചകൾ തിരക്കിലായിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ഇല്ലാട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് വളരെ ഇച്ചിരി താമസിച്ചാണ് ഞാൻ വീഡിയോ എടുത്തെങ്കിലും നിങ്ങളെല്ലാവിധ സപ്പോർട്ടും ഇറ്റ്സ് ഹരിപ്രിയ നോവ എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളണം. അപ്പോൾ എല്ലാവരും താങ്ക് യു ഓൾ ഓഫ്.